ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ ആഫ്റ്റർ കുറച്ച് വൈൽ ഞാൻ വന്നിരിക്കുകയാണ് ഒരു വീഡിയോയുമായിട്ട്. ബഡ്ജറ്റ് സെഗ്മെന്റിന്റെ ബഡ്സിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ ഇതുപോലൊരു വീഡിയോ എടുത്തായിരുന്നു. ആസ് ഓൾവേസ് മൈക്ക് വർക്ക് ചെയ്തില്ല. എന്തിനാണെങ്കിലും ഞാനും എൻ്റെ സഹോദരനും കൂടെ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിൽ പോയിരുന്നിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊന്ന് പോയി കാണുക. ഞാനത് ഇപ്പോൾ കണ്ട് തീർത്തതേ ഉള്ളൂ. അതാണ് ബ്യാക്കി കിടക്കണേട്ട. താങ്ക് യു സോ മച്ച് കാർത്തി. ഞാനും എൻ്റെ ബ്രദറും അങ്ങനെ ഒരു സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല, അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ടില്ല. സോ താങ്ക് യു ഫോർ ഡൂയിങ് ദാറ്റ്. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോവുക. അപ്പം ഞാൻ വന്നത് ഈ രണ്ട് സാധനത്തിനെ പരിചയപ്പെടുത്താനാണ് ഗൈസ്. OnePlusന്റെ CMF ബഡ്സ് 2ഉം ബഡ്സ് 2 ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റെക്കമെൻഡ് ദിസ് ബഡ്സ്. എസ്പെഷ്യലി ഈ സാധനം 2699 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് 3299 രൂപ. രണ്ടും കിടിലുമാണ്. എന്നാൽ ഇത് അതിഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഓഫ് ഡൈറാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ട്യൂണിങ്, അതിൻ്റെ ഒരു ഇക്വലൈസർ ഉണ്ട്. ആ സാധനം ഇടുക പിന്നെ മറക്കുക. വേറെ ഇക്വലൈസറിൽ കളിക്കാൻ അറിയുന്നവർ കളിച്ചോ, പക്ഷേ ആ ഇക്വലൈസർ വേറെ ലെവലാണ്. ആൻഡ് ഐ ലവ് ദിസ് പ്രോഡക്ട്സ്. രണ്ടും പൊളിയാണ്. ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ് ഗൈസ്. ആൻഡ് നമ്മളിപ്പോൾ ദുബായിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് 169 ദിർഹംസും ഇത് 199 ദിർഹംസും ആണ്. നിങ്ങൾക്ക് ഇവിടെ ഷറഫ് DG അതേപോലെ എറോസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി മേടിക്കാം. ഇവരുടെ സൈറ്റിൽ നിന്ന് മേടിക്കാം. നാട്ടിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. അതേപോലെ നമ്മുടെ ഫൈസലിക്കാരെ കടയിൽ നിന്ന് കിട്ടും. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ വേറെ ഇവിടെ കിട്ടുമെന്ന്. യൂഷ്വലി ഫ്ലിപ്കാർട്ടാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ കേസ് അറിയാലോ, പൊളിച്ചെറ്റൊക്കെ അവന്മാർ നോക്കിയിട്ടും കണ്ടിട്ടും ഇൻസ്പെക്ഷനൊക്കെ ചെയ്തിട്ടൊക്കെ തരുവത്തുള്ളൂ. അതിന് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. മറ്റേ സോപ്പ് പെട്ടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യണത്. എന്തിനാണെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഇത് ഞാൻ താഴെ എൻ്റെ ഇതിൽ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആ വഴി കയറി മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ഈ ചാനൽ പുഷ്ടിപ്പിക്കാൻ പറ്റും ഗൈസ്. അതിനാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ഓപ്പൺ ആയിട്ട് ഞാൻ ഇനി പറഞ്ഞില്ല എന്ന് പറയണ്ട. നമുക്ക് അങ്ങനെയാണ് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ കായ് കൊടുത്ത് മേടിക്കുന്ന സാധനമുണ്ട്. അപ്പം വിവരമില്ലാത്തവരാണെങ്കിലും സത്യം പറയും. ഇതിൽ LDAC സപ്പോർട്ട് ഉണ്ട്. 12 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവേഴ്സാണ് വരുന്നത്. ഇത് 11 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവർ. പിന്നെ നമുക്ക് LDAC സപ്പോർട്ട് ഇല്ല. പക്ഷെ നമുക്ക് മറ്റേ ഡൈറാക്കിൻ്റെ ഒപ്റ്റിയോ എന്ന് പറയുന്ന ആ സാധനം കിട്ടും. അത് നമ്മൾ ഇത് കൊള്ളാം, LDAC ഒക്കെ യൂസ് ചെയ്യുന്നവരെ കൊള്ളാം. പക്ഷേ ഈ സാധനം ഒരു രക്ഷയില്ല. അവർ എന്നാ ട്യൂണിങ് ആണ് ചെയ്ത് വെച്ചേക്കണ. ഇവരെ തന്നെ നത്തിങ്ങിൻ്റെ ബഡ്സ് ഇല്ലേ, അതിനെയൊക്കെ കാട്ടിലും വെല്ലുവിടെ ഈ ബഡ്ജറ്റ് ഈ രണ്ട് സാധനങ്ങൾ. ഐ തിങ്ക് ഫൈനലി സം പീപ്പിൾ ഹാവ് റെക്ടിഫൈഡ് ദ സൗണ്ട് ട്യൂണിങ്. ബിക്കോസ് CMF ബഡ്സ് 2 Pro ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലായിരുന്നു ആ സാധനം വന്നപ്പോഴേ. നോട്ട് അറ്റ് ഓൾ ഇംപ്രസീവ്. പക്ഷേ ഇത് രണ്ടും കൊള്ളാം. പിന്നെ നമുക്ക് ANC വരുന്നുണ്ട്. ഇതിൽ 48 dB സൗണ്ട് വരെ ഡെസിബൽ സൗണ്ട് വരെ കട്ട് ചെയ്യും. ഇതിൽ 50 ഡെസിബൽ സൗണ്ട് വരെ കട്ട് ചെയ്യും. 6 മൈക്കാണ് രണ്ടിലും വരുന്നത്. അതിൽ അവർ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മറ്റൊരു വിൻഡൊക്കെ നോയ്സ് റിഡക്ഷൻ ചെയ്യുന്ന ഒരു സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എഗെയിൻസ്റ്റ് ദ വിൻഡ് നമ്മൾ ഒരാളുമായിട്ട് കോള് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ വിൻഡ് നോയ്സ് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. 6 മൈക്ക്, അതായത് ഒരു സ്റ്റെമ്മിൽ 3 മൈക്ക് വെച്ചിട്ടാണ് എന്നാണ് ഈ 6 മൈക്കിൻ്റെ ഒരു പരിപാടി. പിന്നെ ഈ സാധനമല്ലേ ഈ ഇത് വെറും ഷോയാണ്. അല്ലാതെ മറ്റേ CMF ബഡ്സ് 2 Proയിലുള്ളതുപോലെ ഇത് മറ്റേ വോളിയം കൂട്ടാൻ കുറയ്ക്കാം, പാട്ട് പോസ് ചെയ്യാൻ ആ പരിപാടിയൊന്നുമില്ല. ഇത് വെറുതെ ഇവിടെ ഒരു ഓട്ട വരണുണ്ട്. ആ ഓട്ടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ തൂക്കിയിടുന്ന സാധനം കൊണ്ടിട്ട് തൂക്കിയിട്ടുണ്ട് അടക്കാം. അതല്ലാതെ പിന്നെ ഇതൊരു മെറ്റാലിക് സാധനമാണ്. ഇതൊരു പ്ലാസ്റ്റിക് ആണ് പറഞ്ഞാൽ ട്രാൻസ്പാരൻറ്റ്. പിന്നെ 2 ബഡ്സും ഒരേ ഇതാണ്, ഒരേ കേസ്, ഒരേ ബഡ്സിൻ്റെ ഡിസൈന്. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് വെച്ചും ഇതിലോട്ട് വെച്ചും ചാർജും ചെയ്യാം. ആ ലെവലിൽ ആണ് അവർ ഈ പ്രാവശ്യം ഇത് വെച്ചേക്കണം. ഞാൻ പറയാം, ഡിസൈൻ ഇസ് എക്സാക്ട്ലി ദ സെയിം, പക്ഷേ ട്യൂണിങ് സെയിം അല്ല. കുറച്ചും കൂടെ അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബഡ്സ് അടൈ. ഇതിൽ നമുക്ക് മൂട്ടിൽ ഇതാണ്ട് സൈഡിൽ ചാർജ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേ ടൈപ്പ് സിയുടെ ചാർജിങ് പരിപാടിയും ഒക്കെ വരുന്നുണ്ട്. പെട്ടിയിനകത്ത് മറ്റേ ഇയർ ടിപ്സ്, പല ടൈപ്പ് ഓഫ് ഇയർ ടിപ്സ് വരുന്നുണ്ട്. സ്മോള്, മീഡിയം, ലാർജ്, അങ്ങനെ എന്തോ ഒരു 3 ടൈപ്പ് ടിപ്സ് വരുന്നുണ്ട്. ചാർജിങ് കേബിൾ ഇല്ല. നല്ല കാര്യം. ബിക്കോസ് എല്ലാവരും ഈ സാധനമൊക്കെ ചാർജ് ചെയ്യുന്നത് നമ്മുടെ ഫോൺ ചാർജർ വെച്ച് തന്നെയാണ്. സോ നിങ്ങൾക്ക് അഡീഷണലി ആ ഒരു വേസ്റ്റിൻ്റെ കാര്യം ഇല്ല. അത് ഭയങ്കര ഒരു ഇലക്ട്രോണിക് വേസ്റ്റാണ്. ഇവർ ഈ പെട്ടിയിനകത്ത് തരണ ആ ഒരു മറ്റേ ടൈപ്പ് C to ടൈപ്പ് C അല്ലെങ്കിൽ ടൈപ്പ് A to ടൈപ്പ് Cയുടെ കേബിൾ വേസ്റ്റാണ്. പിന്നെ എനിക്കെടുത്ത് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ LDAC ആണ്. ഇതിൽ കുറച്ചും കൂടെ ഒരു 12 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറാണ്. കുറച്ചും കൂടെ ഒരു വോളിയം അത്യാവശ്യം നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈ വോളിയത്തിൽ പോകാം. ഇവിടെ ആകെ ഉള്ളൊരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ആകെ ഉള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ആ സാധനമാണ്. വോളിയം ഒരു പൊടിക്കും ഒരു ഇത്തിരി കൊടുക്കായിരുന്നു. ഞാൻ ചുമ്മാ പറയണല്ലോ, ഇത് കിണ്ണം കാച്ചി സാധനം. 2699 രൂപയ്ക്കും 169 ദിർഹത്തിനും
പൊളി, ഒന്നും പറയാനില്ല. അതാണ് എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ്. നമ്മളിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് വെച്ചിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ കോളൊക്കെ ചെയ്തായിരുന്നു. അവർക്കൊന്നും ഒരു ഡിസ്റ്റർബൻസോ കംപ്ലൈൻറ്റോ പൊട്ടിത്തെറിയോ ഒന്നും അവർ മറ്റേ സ്റ്റാറ്റിക് പരിപാടിയോ ഒന്നും അവർക്ക് ഫീൽ ചെയ്തില്ല. വെരി നാച്ചുറൽ സൗണ്ടിങ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ സൂം മീറ്റിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാവരും ഒരേ സമയത്ത് ഡ്യുവൽ പെയറിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ, അതായത് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഊരിക്കഴിഞ്ഞാൽ പാട്ട് ബോസാവും. നിങ്ങൾക്ക് അയാൾക്ക് സംസാരിച്ചതിന് ശേഷം തിരിച്ചു വയ്ക്കുമ്പോൾ പാട്ട് റെസ്യൂം ചെയ്യുന്ന പരിപാടി വരുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് രണ്ടിലും വരുന്നുണ്ട്. ഹെഡ് ട്രാക്കിംഗ് ഇല്ല, പക്ഷേ മറ്റേ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഡെൽബി ഡിജിറ്റൽ DTS പരിപാടി ഉണ്ടല്ലോ, അതുണ്ട്. ലോ ലേറ്റൻസി മോഡുണ്ട് ഗെയിം കളിക്കുന്നവർക്ക്. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ അതാണ് പറഞ്ഞത്, ഇതിൽ എൽഡാക്ക്. അപ്പോൾ എൽഡാക്ക് വെക്കുന്ന സംഭവം ബാറ്ററി ലൈഫിനെ പറ്റി പറയാനാണെങ്കിൽ എൽഡാക്കും ANC ഒക്കെ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ ഇതിൽ കിട്ടും. ഇതിൻ്റെ ഒരു 7 മണിക്കൂറൊക്കെ ഇതിൽ കിട്ടും. ബിക്കോസ് ഇതിൽ ANC മാത്രമേ ഉള്ളൂ. സോ ബാറ്ററി ലൈഫും പിന്നെ നമുക്ക് പെട്ടി വെച്ച് തന്നെ ഒരു 5-6 പ്രാവശ്യം ചാർജും ചെയ്യാം, ഫുൾ ചാർജ്. സോ ലൈക്ക് ഐ സെഡ്, ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഡാം ഗുഡ് പ്രോഡക്ട്സ്. ഞാൻ അത് ചുമ്മാ പറയണമല്ല, നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോക്ക്. ഞാൻ പറയും, ഇത്ര ബഡ്ജറ്റിൽ അവർ ഇമാതിരി സൗണ്ട് ട്യൂണിങ് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞത്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കില്ലർ. ഒരു ഹൈ ബഡ്ജറ്റ്, ഒരു 10,000-15,000 രൂപയൊക്കെ ഒരു ബഡ്സിലൊക്കെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ലെവൽ ഓഫ് ട്യൂണിങ്. വെൽ ബാലൻസ്ഡ്, നൈസ് പഞ്ചി ബേസ്. അതിൽ നമുക്ക് അൾട്രാ ബേസ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷനൊക്കെ ഉണ്ട് മറ്റേ ആപ്പിൽ. അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് എൻ്റെ കാഴ്ചപ്പാടിൽ ആ അൾട്രാ ബേസ് ഓഫ് ചെയ്തിട്ടാലോ അല്ലെങ്കിൽ അത് ഒന്നിലിട്ടാലോ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. വെൽ ട്യൂൺഡ്. ഞാൻ ആരിത് ട്യൂൺ ചെയ്താലും കിടും. എസ്പെഷ്യലി ദിസ് തിങ്. എനിക്ക് അതാണ് 2699 സാധനം. അമ്മ എന്നാ ഞാൻ ഒട്ടും ഞാനിപ്പം ഈ ചാനലിൽ തന്നെ ഒരു ബോട്ടിന്റെ നിർവാണ എക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ഞാനാണ് ഇട്ടത്, പക്ഷെ അത് മേടിക്കല്ലേ. ഞാൻ ഈ വീഡിയോ പറയണം, അത് മേടിക്കല്, അതിന് വരുന്ന ഇത് മേടിക്കുക. മോർ ദാൻ ഇനഫ്. അതിൽ എൽഡാക്കിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൽ ANCയും വെൽ ട്യൂൺഡ് ആയിട്ടുള്ള പാട്ടൊക്കെ കേൾക്കാനുണ്ടല്ലോ, കിട്ടില്ല. എനിക്കൊന്നും വേറെ പറയില്ല. ദിസ് ഈസ് ദി ബെസ്റ്റ് TWS. ഇത്രയും നാളും എത്രയോ TWS ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടിട്ട് മനസ്സിൽ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇത് ഈ പ്രൈസിനാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് കിട്ടിയ സാധനം ഇതാണ്. പിന്നെ വേണമെങ്കിൽ ഞാൻ ആപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾ CMF ഫോണോ അല്ലെങ്കിൽ നത്തിങ് 3 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ട് ഇതിൽ ആപ്പ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് പെയറിംഗ് ഒക്കെ തരും. പിന്നെ അല്ലെങ്കിൽ തന്നെ Bluetooth 5.4 ആണ് വരുന്നത്. സോ ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ടും എല്ലാം ഉണ്ട്. ബാക്കി ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ സാധനം വെച്ച് ഞാൻ ഐഫോണിലും ഞാൻ കണക്ട് ചെയ്ത് കേട്ട് വയ്ക്കുന്നത്. AAC ഉള്ളതുകൊണ്ട്, AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സൗണ്ട് ക്ലാരിറ്റി അവിടെയും ഗംഭീരം തന്നെയാണ്. യാതൊരു രീതിയിലുള്ള ഡിസ്ട്രോഷനും ഞാൻ എൻകൗണ്ടർ ചെയ്തില്ല. ഹൈ വോളിയത്തിലൊക്കെ യൂഷ്വലി പതറാറുണ്ട്, ആ പതർച്ചയൊന്നുമില്ല, പക്ക. അത് ഞാൻ മറ്റേ ടെസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യണ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ വിൻസിയുടെ ഒരു പാട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ പറഞ്ഞതല്ലേ, മേക്ക് എ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് വിൻസിയുടെ. അവിടെ അതൊന്നും ഹെവി ബേസ് ആണ്, ഹെവി. നിങ്ങൾക്ക് ബേസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പാട്ടാണ് ദി ബെസ്റ്റ്, മേക്ക് എ സ്ട്രോങ്ങർ വിൻസി. അതേപോലെ AR റഹ്മാന്റെ പാട്ടുകളിലൊക്കെ വരുന്ന മറ്റേ ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷൻ, വോക്കൽ സെപ്പറേഷൻ, അതൊക്കെ സെറ്റ്. ഞാൻ പോലെ വെൽ ട്യൂൺഡ് ആയിട്ടുള്ള 2 കിടിലം ബഡ്സ്, എസ്പെഷ്യലി ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഇതും കൂടെ കാണിച്ചു തരാം. മറ്റേ ഇതിൻ്റെ ആപ്പ് ഗംഭീര സാധനം. ജസ്റ്റ് ഇതെടുത്തിന് ചെവി വെക്കുമ്പോൾ തന്നെ ഈ സാധനം റെക്കഗ്നൈസ് ചെയ്തോളും. യെസ്, റെക്കഗ്നൈസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ആപ്പ്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇങ്ങനത്തെ ഒരു ഫീലാണ് വരുന്നത്. ഇവിടെ ലെഫ്റ്റ് റൈറ്റിൽ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടെന്നുണ്ട്. അത് കാണിച്ചേക്കടാ എഡിറ്റർ. ഇവിടെ നോക്കാതെ ചെയ്തിരിക്കും. ഇത് നോയ്സ് ക്യാൻസലേഷൻ, ട്രാൻസ്പെറൻസി ഓഫ്. ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ലോ, മിഡ്, ഹൈ, അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോയ്സ് ക്യാൻസലേഷൻ. നമ്മളിപ്പോൾ പുറത്തൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു ബഹളം മാറ്റും. അതായത് പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു നൈസ് ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട്, അത് ഫിക്സ്ഡ് മാത്രമേ ഉള്ളൂ. അൾട്രാ ബേസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം. ബിക്കോസ് ഈ ഇക്വലൈസർ ഡയറാക്ട് ഒപ്റ്റിയോ ഇത് തുടരുത്, കിടിലമാണ്, വേറെ ലെവലാണ്. ഭയങ്കര രസമായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഡിഫോൾട്ട് കൺട്രോളിൽ നമുക്ക് സിംഗിൾ ടാപ്പില്ല. ബിക്കോസ് സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ മിക്കവരും നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാട്ട് പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാം. നമുക്ക് ആക്സിഡൻ്റൽ ടച്ചസ് വരാം. അതുകൊണ്ട് അവർ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ആൻസർ ദ കോൾ വന്നിരിക്കുന്നത്. പിന്നെ ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ഹോൾഡ്,
പിന്നെ ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ്. ഇങ്ങനത്തെ ഒരു 3 ഫംഗ്ഷൻ മാത്രമേ 4 ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ടൊക്കെ മാറ്റാം. പിന്നെ അതാണ്ട് ലോ ലാഗ് മോഡ് ഇവിടെയാണ്, ഡിവൈസ് സെറ്റിംഗ്സിലാണ്. ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്, ഡുവൽ കണക്ഷൻ ഉണ്ട്. ഇന്നിയർ ഡിറ്റക്ഷനിൽ അത്യാവശ്യം ലോ ലേറ്റൻസി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ പാട്ടൊന്ന് കേൾപ്പിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഞാനൊന്ന് ഇതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഊരാൻ പോവുകയാണ്. ഇതിപ്പോൾ ഊരി കഴിഞ്ഞാൽ പോസായി, കണ്ടോ? ഇത് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ആയി. അപ്പോൾ ആരെങ്കിലും വരുന്ന സമയത്ത് ജസ്റ്റ് ഊരുക, പോസ് ആവുന്നു. പക്ഷെ ചെറുതായിട്ടൊരു ലാഗുണ്ട്. പടയെന്ന് പറഞ്ഞാൽ അത് ഓഫ് ആവില്ല, ചെറുതായിട്ടൊരു ലാഗുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്. ഡ്യുവൽ കണക്ഷൻ വരുന്നുണ്ട്, ഒരേ സമയത്ത് 2 സാധനങ്ങൾ കണക്ട് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇവിടെ മറ്റേ ഈ നീലയിൽ ഇതിൽ വരുമ്പം ബഡ്സ് 2+ വരുമ്പം LDACും കൂടെ വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ്. വെരി നൈസ് ഹെഡ്സെറ്റ്. നിങ്ങൾ ഏത് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്താലും ഐഫോണിൽ കണക്ട് ചെയ്താലും ഐ ഫീൽ ദിസ് ഇസ് റിയലി ഗുഡ്. വേറെ ലെവൽ, വെരി നൈസ്, വെൽ ട്യൂൺഡ്. ആൻഡ് ഈ ബഡ്ജറ്റിൽ ഇതിൻ്റെ അപ്പുറം ഞാൻ കേട്ടിട്ടില്ല. എത്രയോ TWS കേട്ടിരിക്കുന്നു. ഞാൻ ഇമാതിരി TWS ഞാൻ കേൾക്കലേ. നിങ്ങളും മേടിച്ചിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വെൽ ഡൺ, വെൽ ഡൺ നത്തിങ്, വെൽ ഡൺ CMF. ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഒരാൾക്ക് വളരെ സേഫ് ആൻഡ് എന്താ പറയുക, ധൈര്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 TWS എന്നാണ് എനിക്ക് ഇത് രണ്ടിനെ പറ്റിയും പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം പറയുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോണടെ. സാധനം കൊള്ളാം. ശരി എന്നാൽ.